ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നൈറ്റ്മെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അഗെയിൻ ഹൊറർ പ്ലേ ടൈമാണ് കളിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളോട് ടോമി പ്രോ ഉണ്ട് നമ്മളോട് കളിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മാപ്പ് കളിച്ച് തീർത്തിരുന്നു, അതായത് നമ്മുടെ കാർസ്. നമ്മൾ സ്കിൻ വാക്കറിനെ നേരിട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാതെ കൊണ്ട് ആ വീഡിയോ കണ്ടോളൂ. അപ്പോൾ നമ്മൾ ഹൊറർ പ്ലേ ടൈമിനകത്ത് അടുത്തൊരു മാപ്പിലാണ് കളിക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ ഗ്രാൻഡ് പാ ഹൗസ്. അതായത് നമ്മുടെ ഗ്രാൻഡ് പേ നേരിടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗ്രാൻഡ് പേ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നമ്മൾ ഗ്രാൻഡ് പേ നേരിടാൻ പോകുകയാണ്. അപ്പോൾ എന്തായാലും ലാഗ് അടിപ്പിക്കുന്നില്ല, എന്തായാലും ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗ്രാൻഡ് പാടെ വീട് ഉണ്ടോ നീ? ഗ്രാൻഡ് പാസ് ഹൗസ് നൈറ്റിലൊക്കെ എഴുതാണി എന്താ കാണും. ഓക്കെ, നീ ഇതെവിടെ നിന്നാ വന്നേ? നീ എവിടെ നിന്നാണ് വന്നത്? ഏത് റൂമിലാ? ഇത് ബാക്ക് റൂംസാ? ഇത് ഗ്രാൻഡ് പാടെ വീടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അതാ ഹാള്, ഇൻട്രോയിൽ കണ്ട ഹാള്. ഗ്രാൻഡ് പാ ഇവിടെ അതാ 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 വരുന്നത്. ഗ്രാൻഡ് പാ ഒരു ഹോറർ ലുക്കൊന്നും ഇല്ല കേട്ടോ കണ്ടിട്ട്. കണ്ട് 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 എങ്ങോട്ടെങ്കിലും കയറിയിരുന്ന ഈ കട്ടിൽ കിട്ടി. അതാ അതാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. എടാ അയാളെ നഖം കണ്ടോ നീ? എന്തുവാടാ അത്? പോയി പോയി പോയി. ഇയാള് വലിയ വിഷയമാണോ? വലിയ വിഷയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല അറിയത്തില്ല അറിയത്തില്ല. പോയില്ല 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 എന്റെ അമ്മോ, ഞാൻ ഇപ്പൊ മതിലൊട്ടി ഇപ്പൊ എന്നെ പിടിച്ചാനാട്ടാ. ഓ പേടിയാവുമ്പോ കൺട്രോളൊന്നും ഇറങ്ങാൻ പറ്റും പേടിക്കണ്ട പേടിക്കണ്ട. ഓക്കെ ഓക്കെ, അങ്ങോട്ട് പോകുന്നുണ്ട് അയാൾ. ഇതാണോ സോ? എന്താ ബ്ലേഡാ? ആക്സോ ബ്ലേഡ് മതി. ഇത് അറിയിട്ട് പോവാ. അയാളിപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളു. നമുക്ക് ഈ റൂമിലേക്കാണ് കയറി നോക്കാം. എന്തുണ്ട് അവിടെ ഉണ്ട്. ഞാൻ ഈ റൂമിൽ കയറാം. ഓക്കെ, ഈ റൂമിലൊരു കട്ടിലുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇവിടെ മണ്ടയ്ക്ക് എന്തോ ഉള്ള? ഓക്കെ, ഇവിടെ മണ്ടയ്ക്ക് എന്തോ മച്ച, എന്താണിത്? എന്തോ മൂടിയിട്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ എന്തോ ഒരു തുള. ഓക്കെ, വുഡൻ ബ്ലാങ്ക് വേണം. ഓക്കെ, അതാ ഇവിടെ ഒരു ആട്. എടാ ഇയാൾ ആടിനെ വരെ കിഡ്നാപ്പ് ചെയ്തേക്കും. ഓക്കെ, ആടിനെ നമുക്ക് എടുക്കണ്ടെയാന്ന് തോന്നുന്നു. തിളങ്ങുന്നില്ല. അങ്ങോട്ട് അവനോടുണ്ടോ? വിട്ട് നോക്കട്ടെ എവിടെ ഇരിക്കുക. നമ്മൾ അണയ്ക്കുന്നു അല്ല, നമ്മളാണോ ഞാനാണോ? എന്റെ ക്യാരക്ടർ അണയ്ക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം വരുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ വരുന്ന അങ്ങോട്ട് വരുന്നത്. ഞാൻ വന്നാലും വന്നില്ലേലും എനിക്കൊരു പ്രശ്നവുമില്ല. അതാ വരുന്നത് എന്നെ കണ്ടില്ല. കിളവന് നല്ല കണ്ണാണല്ലോ. വയസ്സാങ്കാലത്തും കണ്ണിന്റെ കാഴ്ചകൾ കുറവില്ല. പറയണ്ട നീ. കിളവൻ ഇങ്ങോട്ട് വരുന്ന ലക്ഷണമില്ല കേട്ടോ. കിളവൻ നീ അവിടെ അതാ വരുന്നുണ്ട്. ഞാൻ ഇവിടെ മണ്ടക്കൊണ്ട് പോട്ടെ. ഇതുവരെയായിട്ട് ഇതിന്റെ ലിവിങ് ഹാള് പോലും ഞാൻ കണ്ടിട്ടില്ല. നീ എവിടെ? ഞാൻ അവിടെ താഴെ ഉണ്ട്. അതാ വന്ന് വീടിന്റെ പുറത്തുണ്ട് ഞാൻ. തന്തക്ക് ചുമയാടാ. അങ്ങേര് വയസ്സായാലും നമ്മളെ പിടിക്കാൻ നടക്കുക. വയ്യാത്ത തന്ത നമ്മളെ പിടിക്കാൻ. ഞാനും കേട്ടോട്ടെ ചുമക്കും. എന്റെ ഓട്ടം കണ്ട് സ്ക്രീൻ കുലുങ്ങുമ്പോഴേ മനസ്സിലായി. തന്ത എന്നെ സമ്മതിക്കുന്നില്ല. ഉറപ്പായി തന്ത എന്നെ സമ്മതിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇനി തറയിലോട്ട് വരാൻ ട്രൈ ചെയ്യാം. നോക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ വന്നാലും ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സ്റ്റെയറിന്റെ അടി വന്നേ. സ്റ്റെയറിന്റെ അടിയിൽ സക്സസ്ഫുള്ളി ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. വീട് മൊത്തം ഒന്ന് കാണണം. ഹലോ തന്തേ, ഞങ്ങള് പാലാച്ചിന് വന്നതാണ്. എന്റെ വീടുണ്ട്, ഒരു പഴഞ്ച വീട്. ഞാൻ ഇപ്പഴാ ഹാളിലോട്ട് വരുന്നേ. നീ എപ്പോഴും ഇവിടുന്ന് പോയില്ലേ? അതങ്ങനെ ആ തന്ന മണ്ടയ്ക്കൊന്നും ഇവിടുന്ന് കളിക്കൂല്ലേ? ചുമയാണെങ്കിൽ എന്താ സ്റ്റെപ്പ് കയറി വലിച്ചു പിടിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ വല്ല ആസ്മയാണോ? അതുപോലെ ഹാളിലൊന്നും കാണുന്നില്ല. പാടിലോക്കി. ഇതെന്തോ പാടിലോക്കിയാ?
ഇവിടെ ഒത്തിരി ഡോറൊക്കെ പൂട്ടിയിട്ടേന്ന് പെട്ടെന്ന് കിച്ചണാന്ന് പോലെ അരിപ്പൊടിയില്ല മുളകൊടിയില്ല ഒന്നുമില്ല. അയാളുടെ കബോർഡ് മൊത്തം അന്വേഷിക്കട്ടെ. ഓ അടുത്തേക്ക് റെസ്റ്റീക്ക്. അതെന്താ റെസ്റ്റീക്ക്? ഇവിടെ പുറത്ത് 2 ഡോർ ലോക്ക്ഡാണ്. ഒരു അണ്ടർഗ്രൗണ്ട് ഡോർ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് നീ പുറത്തുണ്ടോ? അതിന്റെ കീ ആയിരിക്കും ചിലപ്പോ നിനക്ക് കിട്ടിയത്. എനിക്ക് പാഡിലോക്കി റെസ്റ്റീക്കിയുടെ ഇതാന്ന് തോന്നുന്നു. അല്ല എനിക്ക് ഞാൻ ഈ കീ ഇട്ടിട്ടുണ്ടെ മറ്റേ കീ എടുക്കാം. ഒരു മിനിറ്റ്, ഈ കീ മിക്കവാറും അകത്തേ പാഡിലോക്കി അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട്. പാഡിലോക്കി വേറെന്തോ തറയിട്ട് ഞാൻ ഇവിടെ മിക്കവാറും ഇല്ല. നമ്മളിൽ സ്കിൻ വാക്കർ കളിച്ച പോലെ വല്ല ഡ്രോപ്പ് ചെയ്ത് ഉറപ്പായി കിളവ് വരും. നോക്കട്ടെ ഞാൻ സ്റ്റെപ്പിന്റെ പുറകെ ഉണ്ട്. ഞാൻ എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഒന്നും കിളവനൊന്നുമില്ല. അത് അക്കോടെടുത്തോട്ട് സ്ഥലം വിടുക. ഞാൻ റെസ്റ്റീക്കി എടുത്തു കേട്ടോ. പാഡിലോക്കി എനിക്കറിയാം. പാഡിലോക്കി ഉപയോഗിക്കണേ വേറെ പാഡിലോക്കി എന്തായാലും അതിന്റെ റെസ്റ്റീക്കി ഞാൻ ഉപയോഗിച്ചു. അതോ എന്താണ് നിന്നെ പിടിച്ച് അളിയന് ഗ്ലിച്ചൊന്നും അറിയണ്ട. എന്റെ പുറകെ ഉണ്ടോ അറിയത്തില്ല. ഞാൻ തറ ഇതാണ് നീ ട്രെയിനുണ്ടോ? റെസ്റ്റീക്കിന്റെ തന്നെ ആയിരുന്നു. ഓക്കെ അപ്പൊ പാഡിലോക്കി വേറെ അല്ലേ. ഇവിടെ ഒരു ചാക്ക് കിടപ്പോ. ഇല്ലില്ല എവിടെ ക്യാമറ ഉറപ്പാ. ശരിക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഒരാൾ സൗണ്ട് കേൾക്കുന്നില്ല. ഞാൻ വരാം കിളവനൂടെ കുരയ്ക്കുന്നത്. ചേടാ ഞാൻ അവിടെ അടിയിലായി പോയി. ഞാൻ വരാം. അവനെന്താ ചുമച്ച നമ്മളെ പേടിപ്പിക്കുക. ശരിക്കും ഇത് പിന്നെ ഒരു ബുദ്ധിയല്ലോ. ഞാനൊന്ന് ഏതെങ്കിലും ഉഗാണ്ടയുടെ കൂടെ അത് തന്നെ ഞാനും ഇതാ പറഞ്ഞു വരുന്നത്. അതായത് അവൻ ഏതെങ്കിലും ഉഗാണ്ട അവിടുത്തെ ഒരു ഇത് മുറിക്കണം. ഞാൻ അത് മുറിക്കാൻ നോക്കിയപ്പോഴാണ് വന്നെ പിടിക്കാൻ ഇതാ അതിനകത്തൊരു ആട് കിടപ്പുണ്ട്. ഈ ആടിന് എന്തിനാ? ഓ ആ കളത്തിൽ നമ്മള് ബലി കൊടുക്കണമെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ മുറിച്ച് സൗണ്ട് ഇട്ട് വരുവാൻ ഈ പലക തറയിടലില്ല. അയ്യോ ആ തറയിടല്ലേ? കുഴപ്പമില്ല ഞാൻ ആടിനെ കൊണ്ട് ഇവിടുന്ന് പോവാ. പക്ഷെ പലക തറയിടണ്ടാവും വന്നില്ല. ഇതിവിടെ ഈ പലക ഇവിടെ അല്ല അതെ ദൂരം എവിടെയും ഇട്ടിട്ട് നീ എവിടെയും ഓടി. അതാ എന്റെ പ്ലാൻ. അങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടേ. ഞാൻ തറയിട്ട് വരുന്നുണ്ടില്ലേ? അവിടെ തന്നെ നിപ്പുണ്ടേ. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോവാണ്. അവിടെ ഉണ്ടോ? ഇല്ല അയാള് നടന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. ടോമി പ്രോയുടെ ക്യാമറ കണ്ണുകളിൽ തന്തപ്പെട്ടിട്ട് ഉറപ്പിച്ചു. ഞാൻ മണ്ടയ്ക്ക് വന്നേ. ഓക്കെ ഇവിടെ കാര്യമില്ല. ഈ തന്തയുടെ പണി ഇതാ നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് എന്ന് പറയും. ഞാൻ ആടിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ ആട് എനിക്കിപ്പോ പണി വായിച്ച് വരുമെന്ന് തോന്നുന്നു. അതാ വരുന്നു. പറഞ്ഞില്ല ഞാൻ ഓടി ഇവിടെ കണ്ട് കട്ടുന്നുണ്ട്. ഓ ജസ്റ്റ് പോരാ തന്നെ ഉണ്ട്. പോയി ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ഞാനും ആടും സേഫാണ്. കട്ടിൻ്റെ അടിയിലുണ്ട്. ഈ ആടിനെ ഞാൻ മിക്കവാറും ബാർബിക്യൂ ചെയ്യട്ടെ. ഓക്കെ ഞാൻ ആടിനെ കൊണ്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ആടിന് വലിയ ശല്യം തന്നെ. അങ്ങനാണെങ്കിൽ ഓരോ ആടും കരയോ വലിയ കൊടുത്ത അത്ര തന്നെ. ഈ ആടിനോട് ചുമ്മാ ഈ ആടൊരു ഭീകര ജീവി എന്ന് പറയണം. ഇങ്ങനെയുള്ള പാരപ്പണികളുണ്ട് ഈ ആട്. ഞാൻ എനിക്ക് ഈ ചാക്ക് നേരത്തെ നമ്മൾ ഈ ചാക്ക് നോട്ടിട്ടായിരുന്നു. ഓക്കെ ഇത് ആടിനുള്ള കാലിത്തീറ്റയാന്ന് തോന്നുന്നു. നീ ഇപ്പൊ എവിടാ? ഞാൻ അണ്ടർഗ്രൗണ്ടിലുണ്ട്. അല്ല ഞാൻ ഇവിടെ നിന്ന് ചാക്ക് എടുത്തപ്പോ അവിടെ ഉണ്ട് കേട്ടോ. അയാൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. ഓക്കെ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ എനിക്ക് എന്തായാലും ഒരു ചാക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഈ ചാക്ക് മിക്കവാറും ആട്ടിനുള്ളതാന്ന് തോന്നുന്നു. അതിനകത്ത് ഗോതമ്പിന്റെ എന്തോ പടം കൊണ്ടുണ്ട്. മിക്കവാറും വല്ല കാലിത്തീറ്റ. അയാൾ പോയില്ല കേട്ടോ. അയാൾ പോകുന്നേ ഉള്ളു. ഓക്കെ അങ്ങോട്ട് വരാം. നമ്മള് അയാളെ നോക്കിയിരുന്നോണ്ട് കാര്യമില്ല. മനസ്സിലായി. നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആണ്.
അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചിലപ്പോ ഞാൻ നോക്കട്ടെ. നിന്റെ ആയിരിക്കുന്ന സാധനം അതിനകത്തായിരിക്കും ഇടുന്നത്. ഓക്കെ ആ ഇത് എനിക്ക് പിന്നെ ഇത് കാണുന്നില്ല. തീറ്റയായിരിക്കും ഉറപ്പാ. ഈ ആട് അയ്യോ, രണ്ടാമത്തെ ആടിനെ കിട്ടിയോ? ആടിനെ കിട്ടി എനിക്ക് ആടിനെ ഇപ്പൊ വരും. ആളിപ്പോ വരും. ആളെ വരുന്നുണ്ട്. ഓ ഇനി ഒരാട് കൂടി. ഈ ആട് നമ്മള് ഗ്രാൻഡ് മാത്രമല്ല ഒരേ ഒരാട് നമ്മളിന്റെ മുകളിൽ കണ്ടില്ല, ആ സൈഡിലുള്ളതുണ്ടോ? അയാള് പോകുന്നുണ്ട്. ഓക്കെ ആടിനെ ഞാൻ കാണിച്ചു തരാം. ആട് ഇനിയും കരയും. ആട് കരയുന്നു. ഓക്കെ ഞാൻ എന്താണ് ബേസ്മെന്റ് അവിടെ കണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ നമ്മള് സൂക്ഷിച്ച് കളിക്കണം, കാരണം ഒരേ ഒരാടിനൂടെ കിട്ടിയാൽ മാത്രം മതി. ഓക്കെ ഇനി ഒരൊറ്റ ആടും കൂടി മതി. ഓക്കെ ഈ ആടിനെ വേണ്ടി ബലി കൊടുക്കാം. ഇവിടെ ബലി കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ ഇനി വരുന്നില്ല. ഞാൻ എല്ലാ ക്യാമറയും നോക്കുക. നീ ക്യാമറ നോക്കിയിരുന്നാ ഞാൻ അങ്ങോട്ട് വരാം. അയാളെ കാണുന്നില്ലല്ലോ. ഞാനിപ്പോൾ വന്നാലും കുഴപ്പമില്ല. അത് ആട് തീറ്റയൊന്നും തിന്നിട്ടില്ല. ഇത് ആടിനെ വിളിച്ചു വരുത്താനുള്ള ഒരു തന്ത്രമായിരുന്നു നമ്മുടെ ഈ കാലിത്തീറ്റ. ഓക്കെ വെൽഡൺ ഇങ്ങനൊക്കെ ഈ ഡെവലപ്പറിൻ്റെ ബുദ്ധി അപാരം. കാലും ഈ കാണാത്ത ആടിപ്പോൾ എവിടുന്ന് വന്ന് പ്രത്യക്ഷപ്പെട്ടു ഇല്ലേ? അത് തീറ്റ വെച്ചപ്പോൾ ആടുകൾ മുമ്പേ വന്ന് പ്രത്യക്ഷപ്പെട്ടു. നീ നേരത്തെ താക്കോൽ അവിടെ കണ്ടിട്ടില്ല, അതെവിടെ ഇട്ടെ? ഇവിടെ ഒരു താഴെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പാഡിൽ ഓക്കെ ഇതാ നീ പറഞ്ഞ കൂട്ടി കിടന്ന മറ്റേ കൊട്ടില്ലേ? അതെ. ഓക്കെ അതാ ഗ്രാൻഡ് പേര് എന്നെ കണ്ട്. നമ്പർ ഇങ്ങോട്ട് വാ. പോയി. ഓക്കെ ഓട്ടത്തിനൊന്നും ഒരു കുറവില്ല, ഭയങ്കര സ്പീഡ്. ഓക്കെ അതാ താക്കോൽ വെട്ടി. എവിടെയോ ചിരിക്കുന്നു കേട്ടോ. അതിന്റെ പുറകെ വിളിച്ച് സ്റ്റെപ്പിന്റെ പുറകെ വിളിച്ച് എനിക്ക് കാണുന്നുണ്ട് എങ്ങോട്ടോ ഓടി പോകുന്നത്. ഭയങ്കര ചുമയും അതേപോലെ തന്നെ കിടീന്ന് പറയുന്നത്. താഴെ തുറക്കുന്നില്ല. സൗണ്ട് മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. അലേർട്ടാവണം. എൻ്റെ ലാക്സ് അതാ വന്നു ഞാൻ പിടിച്ചു. പോയിട്ടുണ്ട് ഞാൻ ഇറങ്ങാം. ഓക്കെ ഈ ആക്സ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ മണ്ടയ്ക്ക് ഇനി ഒരാടും കൂടി ഉണ്ടല്ലോ. ആടിനെ എടുക്കണമെങ്കിൽ നമുക്ക് ആ വുഡൻ പ്ലാങ്ക് കാണാം. അവിടെ ആ കള്ളത്തന്ത തുളയിട്ട് വെച്ചിരിക്കും. വരുന്നോ ഇല്ലല്ലോ? നമുക്ക് നിലവിളി എന്ന് പറയാം. ആ തന്ത തുളയിട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്കവിടെ പലക ഇട്ട് വേണം അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പലക വെട്ടേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ഈ ആക്സ്. എനിക്കറിയാം ആ പലക ഇവിടെ ഉള്ളത്. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയപ്പോ ഞാനും കണ്ട് അതന്നെ നമ്മൾ ആ പലക കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ആ പലക വെട്ടിയെടുത്തോണ്ട് വരാം. എന്തെല്ലാം ഓക്കെ നമ്മൾ എസ്കേപ്പിന്റെ വാതിലെത്തി ഉള്ള പറയാം. നമ്മൾ അതാ പലയോടെ ഇരിക്കുന്നത്. തന്ത വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പുവരുത്തണം. തന്ത പോയെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഉറപ്പില്ല. ഇവിടെ കാണാനും കാണാതിരിക്കാനും സാധ്യതയുണ്ട്. തന്തയുടെ അരിയിലും പലകല്ലിട്ട് ഇപ്പോൾ വരുമ്പോൾ അയ്യോ ഞാൻ ഒളിച്ചതിൻ്റെ കീഴിൽ ഇങ്ങനെ കാണുമോ? ഞാൻ ഇവിടെ ഇരുട്ടത്തെ ഇരിക്കുന്നത്. ചിലപ്പോൾ അയാൾ എന്നെ കണ്ടാലോ? പറഞ്ഞോട്ട് ഇല്ല. ഒറ്റ പലക എടുത്താൽ അതല്ല എനിക്ക് തോന്നുന്നു ഒറ്റ പലക എടുത്താൽ മതി തോന്നുന്നില്ലേ? ബാക്കിയുള്ളതൊന്നും വെട്ടാൻ പറ്റുന്നില്ല. അവിടെ ടാക്സ് അവിടെ ഇട്ട് ഓക്കെ ടാക്സ് വിട്ട് മിക്കവാറും ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. ചിലപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി തറയോട്ട് വന്നാലും അവിടെ തറയിലുള്ളൂ. അയ്യോ അല്ലേ
പെട്ടെന്ന് പ്ലാങ്ക് എടുത്തോണ്ട് ഞാൻ മണ്ടയ്ക്കോട്ട് വരുമോ അയാൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇനി കുഴപ്പമില്ല, ഇനി നമ്മളെ തന്നെ പേടിക്കണോ ശരിക്കും? അപ്പം രണ്ടു വട്ടം വെട്ടിച്ച്. റിസ്ക് ഇല്ലേ? ഈ കാര്യം ശ്രദ്ധിച്ചോ, ഈ കളി തന്നെ ഇതുവരെയായിട്ടും പിടിച്ചിട്ടില്ല. നിന്നെ ഇവിടെ ആദ്യം പിടിച്ചില്ലേ? ഞാനുള്ളോണ്ട് ക്യാമറയ്ക്ക് ഉള്ളോണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ടോമി പ്രോയുടെ ക്യാമറ കണ്ണുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്നെ കണ്ട് ഞാൻ വെട്ടിച്ച് ഇല്ല. ഇപ്പൊ തന്തയുമായിട്ട് ഞാൻ ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയി. തന്ത എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പോയി തന്ത പോയി മുകളിലോട്ട് പോയിട്ട് പ്ലാൻ കൂടി ഇട്ട് അതാ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത്രേ ഉള്ളൂ. ഓ, ഇവിടെ കിടന്ന് കുരയ്ക്കുക. അങ്ങോട്ട് കാണാൻ മാറി ചുമക്കി കളവാ. എനിക്കും കേൾക്കാൻ പറ്റും. എനിക്ക് ആടിനൊക്കെ ഉണ്ട്. ആടവിടെ കിടന്ന് കരയുന്നു. പെട്ടെന്ന് മാറിവിടുന്നു. ഓക്കെ, എന്തായാലും ഞാൻ രണ്ടും കളിപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. തന്തക്കിളവൻ വന്നാലും വന്നില്ല. ഇവിടെ ആദ്യമായിട്ട് എന്നെ തന്ത പിടിച്ചു. ഡേറ്റു പേടിക്കണ്ട. അല്ല, ഈ പ്രൊഫഷണൽ എങ്ങോട്ടാണ്? തറയിലോട്ട് പോകുന്നത്? ടോമി പ്രോ ചതിച്ചോ? പോയി ടോമി പ്രോ. ഇവിടെ ആരുമില്ല, നീ വാ. ഇങ്ങോട്ട് വാ. നല്ല പ്രൊഫഷണൽ. ഇത്ര നേരം ഒറ്റയ്ക്ക് കളിച്ച് നമ്മൾ. തന്ത ഇവിടെ ഉണ്ടേ. ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ല. അതവിടെ വാക്കിങ്ങിന് ഇറങ്ങിയേക്കോ തന്ത. പേടിക്കണ്ട, ഒരാളും കൂടി ഉണ്ട്. നമുക്ക് ഡേ 2 അധികമാണ്, മനസ്സിലായി? ലാസ്റ്റ് നൈറ്റ് വരെ ഒന്നും പോകേണ്ടി വരത്തില്ല. ഈ ഡേ 2 തന്നെ നമ്മൾ എസ്കേപ്പ് ആയിരിക്കും. എന്താണെന്ന് എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാലേ, ഞാൻ അവിടെ കുറച്ച് നേരം അവിടെ തട്ടി ചെയ്യുന്ന സ്റ്റെപ്പിൻ്റെ അടിയിൽ നേരം കൊണ്ട് തന്ത ഇപ്പുറത്തോടി കറങ്ങി നിന്ന് പിടിച്ച് പോയി. തന്ത പോയാൽ നോക്കിയിട്ട് അകത്തോട്ട് കയറിച്ചില്ലാണ്. ഇനി കുഴപ്പമില്ല, നമ്മളെ എസ്കേപ്പ് ചെയ്യാറായി. തന്തയ്ക്ക് അവളെ പിടിച്ചാൽ കിട്ടൂല. ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കില്ലേ? കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇതാ തന്ത ഇങ്ങോട്ട് എഴുന്നള്ളിയാണ് സുഹൃത്തുക്കളെ. തന്തയെ കാത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുക. വേണ്ട, ഇനി സാക്രിഫൈസ് ചെയ്യണ്ട. ഇപ്പോഴേ അതാ വരുന്നു. തന്ത വന്നു. ടോമി പ്രോ ഉണ്ട്, അങ്ങോട്ട് പോയി പിടിച്ചോ. ടോമി പ്രോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ടോമി പ്രോ എന്റെ ആളി. തന്തയ്ക്ക് എന്തിന്റെ കടാ? തന്തയ്ക്ക് നിന്നെ മതി. തന്ത എന്റെ ആയിട്ടങ്ങ് സെറ്റിലായി. നമുക്ക് താണല്ലോ. പറഞ്ഞോട്ട് എന്റെ പ്ലാൻ കൂടെ ഉണ്ട്. പറഞ്ഞോട്ട് ഞാൻ പ്ലാൻ കൂടെ ഇട്ടിട്ട് എത്ര നേരം കിടന്ന് കറങ്ങിയ. ഓക്കെ, പ്ലാൻ കിട്ടി. ഓക്കെ, കറങ്ങി. ഈ സ്റ്റെപ്പ് എന്തൊരു സ്റ്റെപ്പ്? ഞാൻ കറങ്ങി തിരിച്ച് ഞാൻ മണ്ടക്കെത്തി. യെസ്. ഈ ഓട്ടയ്ക്കായിട്ടാണ് പ്ലാൻ വെക്കട്ടെ. ഈ വീഡിയോയിൽ ഒരുപാട് മെയിൻ്റെനൻസ് പണിയുണ്ട്. ഇതുണ്ടോ ഒരു പാലികയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, തറയപ്പോ നീ ഞാൻ എടുക്കാം. കളാൻ വരും. എടുക്കട്ടെ. എടുക്കാൻ വരല്ലേ? ഞാൻ കട്ടിലടിക്കാൻ. ജസ്റ്റ് അല്ലെന്ന് പ്ലാൻ ഞാൻ വെച്ചത്. ഞാൻ മറ്റേ പിടിച്ച് ക്ലിക്ക് ചെയ്ത്. ഞാൻ ഡ്രോപ്പിനകത്ത് പിടിച്ച് ക്ലിക്ക് ചെയ്ത്. അതാ. ഓക്കെ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ആരും പേടിക്കണ്ട. പ്ലാങ്കിൻ്റെ ഓക്കെ, നമുക്കിനി പ്ലാങ്കുമായിട്ട് ഇവിടെ നിന്നാം. കിളവൻ ഇവിടെ ഉണ്ട്. നീ വല്ല തറയാന്നെന്ന് പറഞ്ഞേ. ഇല്ലില്ല. ഓക്കെ, നമുക്ക് എന്തായാലും രണ്ട് കലിപ്പിച്ച് ഇറങ്ങി നോക്കാം. എന്തുവാടാ ഇത്? കിളവൻ ഞാൻ എണീക്കുമ്പോ നോക്കി മാത്രം കിടന്ന് കുരയ്ക്കുന്നത്. എനിക്ക് കിളവ് ഇല്ല. കിളവ് ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി പോന്നേ ഉള്ളു. ഇല്ല, പോയി. ഓക്കെ. അതാ നമ്മൾ എസ്കേപ്പ് ചെയ്യാറായി സുഹൃത്തുക്കളെ. യെസ്. എസ്കേപ്പിന്റെ വക്കിലെത്തി നമ്മൾ. വെച്ച് അതാ പ്ലാൻ ക്രോസ് ചെയ്ത്. അതാ ആട് വീണ്ടും കരഞ്ഞ്. വീണ്ടും ആട് കരഞ്ഞ്. അത് നല്ലൊരു ബുദ്ധിയായിരുന്നു. ഇതെവിടാ? ഓക്കെ. ഞാൻ ആടിനായിട്ട് എന്തോന്നറിയാം. ആ പ്ലാങ്ങിന്റെ കൂട്ടിയെ കൂടി ഇങ്ങനെ തറയിലത്തെ റൂമിൽ വന്നു.
അങ്ങനെ ഓക്കേ. വരാൻ പറ്റിയിരുന്നില്ലേ? അല്ല ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? അങ്ങേര് ഇവിടെ കിളവനിപ്പോ പുറത്തുണ്ട്. അങ്ങോട്ടല്ലേ പോന്നെ? ഓ ഞാൻ എന്ത് മണ്ടത്തിലാണ് ഞാനിവിടെ കാണിക്കുന്നേ? പുറത്തുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ആടൊന്നും കഴിഞ്ഞാൽ പറ്റില്ല. ഇല്ല വരും വരും വരും. അതല്ല ആട് കരഞ്ഞ മണ്ടയ്ക്കല്ലേ. അപ്പം കിളവ് മിക്കവാറും ഈ റൂമിൻ്റെ മുകൾ ഭാഗത്ത് കാണും. ഞാൻ എന്തായാലും തറയോട്ട് വരാം. ഓക്കെ അവസാനത്തെ ആടുമായി വരുന്നു. ഓക്കെ ഗൈസ് തന്ത വന്നിട്ടുണ്ട്. തന്തേ തന്ത തന്ത കണ്ട് തന്ത കണ്ട് തന്ത കണ്ട് തന്ത കണ്ട് ഓട് ഓട് ഓട്. അതാരാ 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 തന്ത എന്നെ മാത്രം സ്കെച്ച് ഇട്ടിരിക്കുക. അതിന്റെ മുമ്പിൽ കൂടി ഒരു കൂസലും ഇല്ലാതെ ടോമി ബ്രോ ഓടിപ്പോയിട്ട് തന്തയുടെ കണ്ണിനകത്ത് എന്തുവാന്ന് ആർക്കറിയാം. എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. തന്തയെ പുറത്തുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് നമ്മൾ എസ്കേപ്പിന്റെ വക്കീലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ടോമി ബ്രോ അവസാന ബലികർമ്മത്തിനായി ഇവിടെ അസംബിൾ ആയിരിക്കുന്നു. ഓക്കെ എന്താ തുടങ്ങല്ലേ? ഓക്കെ ഗൈസ് നമുക്കങ്ങ് ബലി കൊടുത്തേക്കാം. ഓക്കെ അതാ എന്തോടെ നടക്കുന്നേ? ബാർബിക്കിട്ടാ ആട് നോക്കിയില്ല. ആ എസ്കേപ്പാണ്. ഫൈനലി ഗൈസ് നമ്മൾ എസ്കേപ്പായി. ഓക്കെ ഗൈസ് ഫൈനലി നമ്മൾ തന്തയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ്. ഓക്കെ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഈ മൾട്ടിപ്ലെയർ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിൻ്റെ കൂടെ അടിപൊളിയാണ്. ഓക്കെ എൻ്റെ കൂടെ എന്തായാലും ടോമി പ്രോ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് വേറെ മാപ്പുണ്ട്. മൊത്തത്തിൽ 4 മാപ്പ് അങ്ങാണ്ടേ ഉള്ളു. നമ്മൾ 2 മാപ്പ് കളിച്ച്. ഓക്കെ നിങ്ങൾ എന്തായാലും ബാക്കി മാപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.